റളിയല്ലാഹു അൻഹക്ക് 80,000 സ്വർണം കൊടുത്തയച്ചു. 80,000 സ്വർണം. ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പെണ്ണേ, നിന്റെ കയ്യിൽ അങ്ങനെ ഒരു നിധി കിട്ടിയാൽ എന്തായിരിക്കും നിന്റെ താല്പര്യം? കാസർകോട്ടുകാരായ പെൺകുട്ടികളെ, ഏറെ വലിയ ഫാഷൻ ഭ്രമത്തിന്റെ പിറകെ നടക്കുന്ന പെൺമക്കളെ, ഒരു കാലത്ത് ഞങ്ങളൊക്കെ വഅദ് പറയുമ്പോ മലബാറിലെ മറ്റു ജില്ലകളിൽ നിന്ന് ഞങ്ങൾ വഅദ് പറയാറുള്ളത്, അഭിമാനത്തോടെ ജീവിക്കുന്ന പെൺകുട്ടികളെ കാണണമെങ്കിൽ കാസർഗോഡിന് വണ്ടി കയറിക്കോ എന്ന് ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്. ഞാൻ വെറും വാക്ക് പറയുകയല്ല. അച്ചടക്കത്തോടെ അഭിമാനത്തോടെ നടക്കുന്ന മുസ്ലിം പെണ്ണിനെ കാണണമെങ്കിൽ ഒരു കാലഘട്ടത്തിൽ കാസർഗോട്ട് വരണമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാസർകോട്ടെ പെൺമക്കളെ നിങ്ങളത് തിരുത്തി പറയിച്ചിട്ടുണ്ട് എന്ന് വളരെ ഖേദപൂർവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഫാഷൻ ഭ്രമത്തിന്റെ പിറകെ പോയി ആധുനിക നടീനടന്മാരെ അനുകരിച്ച് അവരുടെ ഉടയാടകൾ കടം വാങ്ങി ഇസ്ലാമിന്റെ ഇസ്സത്തുള്ള വസ്ത്രമൊക്കെ നിങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ആ പഴയ പ്രതാപമൊക്കെ പതുക്കെ പതുക്കെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിലനിർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് കല്ലുരാവിയിലെ നല്ലവരായ സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നിങ്ങളുടെ കയ്യിൽ 80,000 സ്വർണം കിട്ടിയാൽ നിങ്ങൾക്ക് ഇന്ന സിനിമയിലെ ഇന്ന നായികയുടെ ചുരിദാർ വാങ്ങാൻ കൊള്ളാമെന്നുണ്ടാവും, ഇന്ന ആഭരണം വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടാവും. പക്ഷേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ 80,000 സ്വർണം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ കൊടുത്തയച്ചപ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടുകോലായിലിരുന്നിട്ട് ആയിഷ ബീവി വിതരണം ചെയ്യാൻ തുടങ്ങി. സാധുക്കൾ വരുമ്പോ കൊടുക്കാൻ തുടങ്ങി. വീടില്ലാത്തവർ, രോഗികൾ, വിഷമിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. അവസാനം കൊടുത്തു കഴിയുമ്പോഴേക്കും മഗ്രിബ് ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട്. അന്ന് ആയിഷ ബീവിക്ക് നോമ്പുമാണ്. ആയിഷ ബീവി തന്റെ വേലക്കാരിയോട് പറയുന്നുണ്ട്, ഹലുമ്മി ഫുതൂരി, എനിക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവാ, നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്. കേൾക്കണേ പെണ്ണുങ്ങളെ, കാസർകോട്ടെ നോമ്പ് തുറയുടെ ടേബിളിന്റെ ഫോട്ടോ എടുത്താൽ എത്ര ഭംഗിയുണ്ടാവും. കറുത്തതും ചുവന്നതും നിറമുള്ളതും നിറമില്ലാത്തതും കരിച്ചതും പൊരിച്ചതും വറുത്തതും എന്ന് വേണ്ട എന്തൊക്കെ വിഭവങ്ങൾ. ആയിഷ ബീവി വേലക്കാരിയോട് പറഞ്ഞു, ഹലുമ്മി ഫുതൂരി, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. എന്താ വേലക്കാരി കൊണ്ടുവന്നത്? വേലക്കാരി കൊണ്ടുവന്നത് ബിഖുബ്സിൻ, ഒരു റൊട്ടി, രണ്ടില്ല കേട്ടോ, ഒന്നരയുമില്ല കേട്ടോ, ഒരു റൊട്ടി. ആയിഷ ബീവിക്ക് നോമ്പ് തുറക്കാനുള്ളത് ഒരേ ഒരു റൊട്ടി. ആ റൊട്ടിക്ക് കറിയായിട്ട് എന്താ ഉള്ളത്? ആ റൊട്ടിക്കുള്ള കറി വസൈത്തിൻ, കുറച്ച് ഒലീവ്, ഒരിത്തിരി എണ്ണ. ആ ഉണങ്ങിയ റൊട്ടി മുക്കി തിന്നാൻ കറിയുമില്ല. ആ റൊട്ടിയും സൈറ്റും മുന്നിൽ കൊണ്ടുവച്ചപ്പോ വേലക്കാരി പെണ്ണിന് സഹിച്ചില്ല. വേലക്കാരി ചോദിച്ചു, അല്ല ആയിഷ ബീവിയെ, 79,999 സദഖ ചെയ്തിട്ട് ഒരൊറ്റ ദിർഹം എന്റെ കയ്യിൽ തന്നിരുന്നുവെങ്കിൽ കുറച്ചാട്ടിറച്ചി വാങ്ങിയിട്ട് കറി വെച്ചുകൂടായിരുന്നോ ആയിഷ ബീവിയെ? എന്താ ആയിഷ ബീവിയുടെ പ്രതികരണം? ആയിഷ ബീവിയുടെ പ്രതികരണം, സാധു ജനങ്ങൾ വന്ന് എന്റെ മുന്നിലങ്ങ് തിരക്ക് കൂട്ടിയപ്പോൾ, പാവങ്ങൾ എന്റെ മുന്നിൽ വന്നങ്ങ് അവരുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നുപോയടി. എനിക്കെന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. കാരണം ഇതിന്റെ സവാബ് ആഖിറത്തിൽ ഇങ്ങ് കിട്ടുമെന്ന പ്രതീക്ഷ വന്നപ്പോ ഞാൻ എന്നെ മറന്നുപോയെന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. എന്താണ് ആയിഷ ബീവി അങ്ങനെ ചെയ്യാൻ കാരണം? ആയിഷക്കറിയാം ഈ ദുനിയാവ് ഇതത്ര വലിയൊരു കഥയൊന്നുമല്ല. ഈ ഒരു തത്വത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. 1 സെന്റ് ഭൂമിക്ക് വേണ്ടി ബാപ്പയെ തല്ലി, 1/2 സെന്റ് ഭൂമിക്ക് വേണ്ടി ജ്യേഷ്ഠനോട് മിണ്ടാതെ നടന്നു, ഒരു ചെറിയ ഭൂമിയുടെ ഒരു തുണ്ടിന് വേണ്ടിയിട്ട് അയൽവാസിയോട് തല്ലുകൂടി. ഇതൊക്കെയല്ലേ നമ്മൾക്ക് പറയാനുള്ള കഥ?
നോമ്പ് തുറന്ന് തറാവീഹും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന മനുഷ്യനെ കുത്തി മലർത്തിയത് അവന്റെ പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട കത്തിച്ചാൽ കത്തുന്ന നോട്ട് കെട്ടുകൾക്ക് വേണ്ടിയായിരുന്നല്ലോ കാസർകോട്ടുകാരെ. എന്താണ് ഈ ദുന്യാവ്? ഈ ദുന്യാവിനല്ലേ രക്തമൊഴുക്കിയത്? ഈ ദുന്യാവിനല്ലേ ബന്ധങ്ങളുടെ കടക്കൽ കത്തിവെച്ചത്? ഈ ദുന്യാവിന് വേണ്ടിയല്ലേ സ്വന്തം മോളെപ്പോലും വിറ്റിട്ട് കാശ് വാങ്ങിയത്? ഈ ദുന്യാവിന് വേണ്ടിയല്ലേ തന്റെ പ്രിയപ്പെട്ട മകളുടെ ജനനേന്ദ്രിയത്തിലേക്ക് കുടിച്ച കള്ളിന്റെ കുപ്പി പോലും കുത്തിയിറക്കാൻ അനുവാദം കൊടുത്ത് വേശ്യാലയത്തിൽ തള്ളിക്കൊടുത്തതും ദുന്യാവിലെ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടിയല്ലേ? ഇതൊക്കെയല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിനു വേണ്ടിയല്ലേ പ്രിയപ്പെട്ടവരെ ഇന്നെന്റെ കുഞ്ഞുമോൻ ളുഹ്ർ ഖളാ ആക്കിയത്? ദുന്യാവിലെ എന്തോ ഒരു നേട്ടത്തിന് വേണ്ടിയല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇന്ന് നീ അസർ പോലും നമസ്കരിക്കാതെ വഅദിന്റെ സദസ്സിൽ വന്നത്? ദുന്യാവിലെ എന്തോ ഒരു നേട്ടത്തിന് വേണ്ടിയല്ലേ മോനെ ഇന്നലെ ഇശാ പോലും നിസ്കരിക്കാതെ നീ കിടന്നുറങ്ങിയത്? ദുന്യാവ് വളരെ നിസാരമാണ് കേട്ടോ. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ആഖിറമാണ് വിശാലം. എത്ര ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും നമുക്ക്? ഞാൻ അധികം പറയുന്നില്ല. ഒന്നുകൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി പറയാം. ഉഹദ് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു. ഉഹദിൽ മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് അല്ലറ ചില്ലറ അപാകതകൾ കടന്നു വരുന്നു. സ്വഹാബത്തിൽപ്പെട്ട പലരും പിന്തിരിഞ്ഞോടുന്ന ഒരവസ്ഥ പോലും കടന്നു വന്നു ഉഹദ് യുദ്ധത്തിൽ. ആ ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് വെള്ളമെത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരി കൂടിയായ ബീവി സഫിയ റളിയല്ലാഹു അൻഹാ. സഫിയ ബീവിയുടെ പണി സ്വഹാബത്തിന് കുടിക്കാനുള്ള വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പണിയായിരുന്നു. ആ വെള്ളവും എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് പലരും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒറ്റക്കാക്കിയിട്ട് പിന്തിരിഞ്ഞോടുന്ന രംഗം സഫിയ ബീവി കാണുന്നത്. സഫിയ ബീവി ആലോചിച്ചു, ഇനി എന്തിനാ വെള്ളപ്പാത്രം വലിച്ചരേറ് വെച്ചു കൊടുത്തു? ഓടുന്ന ഓട്ടത്തിൽ പിന്തിരിഞ്ഞോടുന്ന ഒരു ചെറുപ്പക്കാരനെ തടഞ്ഞു നിർത്തിയിട്ട് ബീവി സഫിയ പറഞ്ഞു, വൈഹക്കും ഇൻ ഹസംതും അൻ റസൂലില്ലാഹ്. എന്തൊരു നാശം! അള്ളാന്റെ റസൂലിനെയും ഇവിടെ ഇട്ടിട്ട് നിങ്ങളൊക്കെ ഓടുകയാണോ? ആണുങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ലെങ്കിൽ പെണ്ണായ സഫിയക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഓടുന്ന ഓട്ടത്തിൽ ഒരുത്തന്റെ കുന്തം പിടിച്ചു വാങ്ങിയിട്ട് ധീരയായ സഫിയ ഉഹദ് യുദ്ധഭൂമിയിൽ ഇറങ്ങി യുദ്ധം ചെയ്യാൻ തുടങ്ങി. പെണ്ണുങ്ങളെ, സീരിയലിന്റെ എപ്പിസോഡുകൾ മറിയുന്നതിനനുസരിച്ച് തലച്ചോറ് ചാനലുകാർക്ക് പണയം വെച്ച് ജീവിതം തള്ളി നീക്കുമ്പോ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. നമ്മൾക്ക് ഓർത്തോർത്ത് കരയാൻ എത്രയെത്ര മഹാരഥന്മാർ ചരിത്രത്തിന്റെ ഇന്നലകളിൽ വിശ്രമിക്കുന്നുണ്ടെന്ന സത്യം കല്ലുരാവിയിൽ അടക്കമുള്ള പെണ്ണുങ്ങളെ ചാനലിന് മനസ്സും ശരീരവും പണയം വെച്ച നമ്മൾ മറന്നുപോയിരിക്കുന്നു. ബീവി സഫിയ യുദ്ധഭൂമിയിൽ ഇറങ്ങി യുദ്ധം ചെയ്യാൻ തുടങ്ങി. പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പെണ്ണ് യുദ്ധം ചെയ്യുന്നത് കണ്ടു. അവിടുന്ന് സൂക്ഷിച്ചു നോക്കി, ആരാണ് യുദ്ധം ചെയ്യുന്നത്? അവിടുത്തേക്ക് ബോധ്യമായ മറ്റാരുമല്ല, തന്റെ പ്രിയപ്പെട്ട പിതൃ സഹോദരി, തന്റെ പ്രിയപ്പെട്ട അമ്മത്തായ ബീവി സഫിയ റളിയല്ലാഹു അൻഹാ. സഫിയ ഉടനെ തന്നെ അവിടുന്ന് വിളിച്ചു. സഫിയ ബീവിയുടെ പ്രിയപ്പെട്ട മകൻ സുബൈറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ സുബൈറെ, അൽ മറഅതു യാ സുബൈർ, അൽ മറഅതു യാ സുബൈർ. സുബൈറെ, ഒരു പെണ്ണതാ മോനെ യുദ്ധം ചെയ്യുന്നു, അവരോട് മാറി നിൽക്കാൻ പറ. സുബൈർ ചെന്നിട്ട് വിളിച്ചു, പെണ്ണേ. ആ പെണ്ണ് തിരിഞ്ഞു നോക്കിയപ്പോൾ സുബൈർ പറഞ്ഞു, ഇന്നാലില്ല, ഇതെന്നെ നൊന്തുപെറ്റ ഉമ്മയല്ലയോ? ഞാനില്ലേ ഉമ്മ അവിടെ? ഞാനില്ലേ ഇവിടെ യുദ്ധം ചെയ്യാൻ? നിങ്ങൾ മാറി നിന്നോളൂ, ഞാൻ യുദ്ധം ചെയ്തോളാം. സഫിയ ബീവിയുടെ മറുപടി, മോനെ, എല്ലാവരും എന്റെ നേതാവിനെയും വിട്ടോടുമ്പോ ഈ സഫിയക്കും പിന്തിരിഞ്ഞോടാൻ സാധിക്കുമെന്ന് എന്റെ മോൻ മനസ്സിലാക്കിയോ? എനിക്കതിന് സാധ്യമല്ല മോനെ. ഈ സംഭാഷണം കേട്ടിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, മോനെ സുബൈറേ,
അവരെ വഴിക്ക് വിട്ടേക്ക് മോനെ. അവരെ തടുത്തു നിർത്താൻ നിനക്ക് സാധ്യമല്ല മോനെ. അത് ഈമാനിന്റെ കടും കട്ടിയാണ് സുബൈറേ. ഇത് പറയുമ്പോഴും അവിടുത്തെ മനസ്സ് ഉത്കണ്ഠപ്പെട്ടു. സഫിയ ബീവി എങ്ങാനും തന്റെ ആങ്ങളയായ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന രംഗം നേരിട്ടങ്ങ് കണ്ടാൽ ഒരു പെങ്ങൾക്ക് നിയന്ത്രണം വിട്ടുപോകുമല്ലോ. പെണ്ണിനധികം സഹിക്കാൻ കഴിയില്ലല്ലോ, പെണ്ണിനധികം ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. തന്റെ ആങ്ങളയുടെ ചോര ഒലിക്കുന്ന ശരീരം യുദ്ധഭൂമിയിൽ ഒരിടത്ത് വീണ് കിടക്കുന്നത് പെങ്ങളായ സഫിയ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? സഹാബത്ത് ഉത്കണ്ഠപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്കണ്ഠപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. സഫിയ നേരെ പോയി നിന്നു. മഹാനായ അസദുദ്ദീൻ, ദീനിന്റെ സിംഹമായ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു, ഹംസത്തെന്നോരുടെ ചലനമറ്റ ശരീരത്തിന്റെ മുന്നിൽ അവിടെ പോയി നിന്നു. എങ്ങനെയാണ് ഹംസത്തെന്നോരുടെ ശരീരം ഒരു മനുഷ്യനോട് കാണിക്കാൻ പറ്റുന്നതിലപ്പുറത്തെ ക്രൂരത മഹാനവർകളോട് കാണിച്ചിട്ടുണ്ട്. ചരിത്ര പുസ്തകങ്ങളിൽ കാണാം. قد نقر بطنه وأخرجت كبده وشوه وجهه وقطعت أذناه وجدع أنفه. അവിടുത്തെ വയറ് കീറപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, വഉഖ്രിജത് കബിദുഹു, അവിടുത്തെ കരള് പുറത്തെടുക്കപ്പെട്ടിട്ടുണ്ട്. വശൂവിഹ വജ്ഹുഹു, മുഖം കുത്തി വികൃതമാക്കി കളഞ്ഞിട്ടുണ്ട്. വഖുദിഅ അൻഫുഹു, മൂക്ക് കുത്തി പരത്തി കളഞ്ഞിട്ടുണ്ട്. വഖുദിഅത് ഉദ്നാഹു, രണ്ട് ചെവിക്കുറ്റിയും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ആ നിലയിൽ, വളരെ ഭീകരമായ നിലയിൽ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കിടക്കുന്ന രംഗം സ്വന്തം പെങ്ങളെന്ന് കാണുമ്പോ എന്തായിരിക്കും പെണ്ണേ സഫിയ ബീവിയുടെ അവസ്ഥ? മാറത്തടിച്ച് കരയുമോ? ബോധമില്ലാതെ നിലത്ത് വീഴുമോ? കയ്യിലുള്ള കുന്തം തന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയിട്ട് ഇനി ഞാൻ എന്തിനെന്ന് ചോദിച്ച് നിലത്ത് തകിടം മറിഞ്ഞു വീഴുമോ? ഒന്നും ചെയ്തില്ല കേട്ടോ. കാരണം സഫിയയുടെ വിശ്വാസം വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, ആഖിറമാണ് വലുത് എന്ന ചരിത്രത്തിൽ കാണാം. മുട്ടുകുത്തി അവിടെ ഇരുന്നു. ബീവി സഫിയ മുട്ടുകുത്തി അവിടെ ഇരുന്നിട്ട് തന്റെ ആങ്ങളയുടെ ചോര ഒലിക്കുന്ന വികൃതമായ ശരീരം തന്റെ കൈകൊണ്ട് പൊക്കിപ്പിടിച്ചിട്ട് പറഞ്ഞ രണ്ട് ഡയലോഗുണ്ട് പെണ്ണേ. എന്താ സഫിയ ബീവി പറയുന്നത്? ഇന്നദാലിക ഫില്ലാഹി വബിഖലാഇല്ലാഹ് അസ്ബിറു വഅഹ്തസിബു ഇൻഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? മഹദി പറയുന്നു, ഇന്നദാലിക ഫില്ലാഹ്, എന്റെ ആങ്ങളയുടെ കിടത്തമുണ്ടല്ലോ, ഈ കിടത്തം ഫില്ലാഹ്, ഇത് അള്ളാന്റെ മാർഗത്തിലുള്ള കിടത്തമാണ്. ഇത് ദുന്യാവിന് വേണ്ടിയുള്ള കിടത്തമല്ല, ഇത് ആഖിറത്തിന് വേണ്ടിയുള്ള കിടത്തമാണ് എന്ന് മാത്രമല്ല, വബിഖലാഇല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഞാൻ നിലവിളിച്ചത് കൊണ്ട് എന്റെ ആങ്ങളെ എണീറ്റ് വരില്ല, ഞാൻ മാറത്തടിച്ചത് കൊണ്ടും എന്റെ ആങ്ങള കടന്നു വരില്ല. ഇത് അള്ളാന്റെ ഖള ആണ്. മേൽപോട്ട് നോക്കിയിട്ട് സഫിയ ഒരൊറ്റ പ്രഖ്യാപനം, അസ്ബിറു വഅഹ്തസിബു ഇൻഷാ അല്ലാഹ്. അസ്ബിറു, ഞാനിതാ ക്ഷമിച്ചിരിക്കുന്നു, ഞാനിതാ പടച്ചവനെ സബൂറാക്കിയിരിക്കുന്നു, സഹിച്ചിരിക്കുന്നു. അഹ്തസിബു ഇൻഷാ അല്ലാഹ്, നാളെ എനിക്കിതിന്റെ കൂലിങ് കിട്ടണം റബ്ബേ. എന്റെ ആങ്ങളയുടെ മരണം ഞാനങ്ങ് സഹിച്ചോളാം, എനിക്കിതിന് കൂലിങ് കിട്ടിയാൽ മതി. എന്തുകൊണ്ട്? അവരുടെ വിശ്വാസം ആ ഒരു ലോകത്തുള്ള വിജയമാണ്. ആ ലോകത്തിലേക്ക് നമ്മൾക്കൊക്കെ പോകണം. ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. ആ ലോകത്തിലേക്കുള്ള യാത്രയുടെ ഒന്നാമത്തെ കാൽവെപ്പാണ് അൽ മൗത്തു, മരണം എന്ന് പറയുന്നത്.
മരണം ലോകത്ത് ഒരുപാട് വിഷയങ്ങളിൽ തർക്കങ്ങളാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ലോകത്ത് തർക്കമില്ലാത്ത വിഷയങ്ങൾ എന്താ ഉള്ളത്? ഉദാഹരണമായി പറഞ്ഞാൽ, ഈ ഭൂമിക്ക് മനുഷ്യ സൃഷ്ടിജാലങ്ങൾക്ക് ഒരു പടച്ചവനുണ്ടോ എന്ന് ലോകത്തുള്ള മനുഷ്യന്മാരോട് ചോദിച്ചാൽ കുറെ ആളുകൾ പറയും പടച്ചവനുണ്ട് എന്ന് പറയും. വേറെ ചിലർ പറയും അങ്ങനെ ഒരു പടച്ചവനൊന്നുമില്ല എന്ന് പറയും. ഇവിടെ ഒരു പടച്ചവനുണ്ടോ എന്ന് പോലും മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണ്. നമ്മളൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നു ഏകനായ അല്ലാഹുവാണ് നമ്മുടെ സൃഷ്ടാവെന്ന്. എന്നാൽ മറ്റു പലരും വേറെ കുറെ പടച്ചവന്മാരിലാണ് വിശ്വാസം. ചുരുക്കത്തിൽ എല്ലാ വിഷയത്തിലും തർക്കമാണെന്ന് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. എല്ലാ വിഷയത്തിലും തർക്കം. ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന നമ്മൾ തന്നെ നാലാൾ ഒരിടത്തിൽ ഒരുമിച്ച് കൂടിയാൽ ഒരു വിഷയം പറഞ്ഞാൽ നാലാൾക്കും നാല് ന്യായങ്ങൾ പറയാനുണ്ടാവും. 4 ടീമാണ് നമ്മൾ. എന്നാൽ ലോകത്ത് തർക്കമില്ലാത്ത അപൂർവം വിഷയങ്ങളിൽ ഒന്ന് അൽ മൗത്ത്, മരണമാകുന്നു. അതിൽ തർക്കമില്ലല്ലോ. ഈ ഇരിക്കുന്ന ഒരാൾക്കും തർക്കമില്ല. മരണം നടക്കുമോ നടക്കൂലയോ എന്നതിൽ തർക്കമില്ല. ലോകത്തുള്ള സർവ മനുഷ്യന്മാരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവ് കല്ലുരാവി പള്ളിയുടെ മുറ്റത്ത് തല ഉയർത്തി നിൽക്കുന്ന മീസാൻ കല്ലുകൾ തന്നെയാണ്. ഇന്നലകളിലെ രാജകുമാരന്മാരായിരുന്നു അവർ. ഇന്നലകളിലെ മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികളായിരുന്നു അവർ. ഇന്നലകളിലെ കല്ലുരാവിയിലെ സുന്ദരിമാരാണ് പല മീസാൻ കല്ലുകളുടെയും താഴെ വിശ്രമിക്കുന്നത്. ഇന്നലകളിലെ മസീഫ് അവർ കാണിച്ച് ആരോഗ്യവാന്മാരായ പലരുമാണ് ഈ മാവിൻ ചുവട്ടിലെ മീസാൻ കല്ലിന് താഴെ വിശ്രമിക്കുന്നവർ. അവർ ഈ ശബ്ദം കേൾക്കുമ്പോ പറയുന്നുണ്ടാവും, ഇതാ നാളെ മറ്റന്നാള് നിങ്ങളും ഇങ്ങോട്ട് വരേണ്ടവർ തന്നെ. ഓരോ മീസാൻ കല്ല് കാണുമ്പോ നമ്മളും പറഞ്ഞത് സലാം, അസ്സലാമു അലൈക്കും ഖബറാളികളെ, അള്ളാന്റെ രക്ഷയുണ്ടാവട്ടെ, നാളെ മറ്റന്നാൾ ഞങ്ങളും അങ്ങോട്ടുണ്ട് കേട്ടോ. ഇതാ ഓരോ ഖബറ് കാണുമ്പോഴും നമ്മൾ പറഞ്ഞത്. കാരണം അൽ മൗത്തു ഹഖ്ഖുൻ, മരണം സത്യമാണ്. ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല മരണത്തിന്റെ കാര്യത്തിൽ. ആ മരണം തീർച്ചയായും മനുഷ്യന്മാരെ പിടികൂടുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിൽ നമ്മൾ ഓതാറുണ്ട്, ഖുൽ നബിയെ തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ. എന്താ പറയേണ്ടത്? ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഖുൽ നബിയെ തങ്ങൾ പറ. എന്താ പറയേണ്ടത്? ഇന്നൽ മൗത്ത്, തീർച്ചയായും മരണം. ഏത് മരണം? അല്ലതീ തഫിറൂന മിൻഹു, കാഞ്ഞങ്ങാട്ടുകാരെ, കല്ലുരാവിക്കാരെ, നിങ്ങൾ ഓടി ഒളിക്കുന്ന മരണം. ആ മരണത്തെ പേടിച്ചിട്ടാണല്ലോ നിങ്ങളിൽ പലരും ജീവിക്കുന്നത്. ഒരു ദിവസം ഒന്ന് കൂടുതൽ സാധാരണ മൂത്രിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒന്ന് മൂത്രിച്ചാൽ ഉടനെ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യും, ഷുഗർ കൂടിയിട്ടുണ്ടോ. ഇടത് ഭാഗത്തൊരു ചെറിയ വേദന വന്നാൽ അടുത്ത ആതുരാലയത്തിൽ പോയിട്ട് ECG എടുക്കും, എന്റെ ഹാർട്ടിന് വല്ല കുഴപ്പവും വന്നോ. എന്തിന്? മരിച്ചു പോകുമോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ടാണല്ലോ പലർക്കും വയസ്സാവുന്നത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല. താടിയിലോ തലയിലോ ഒരു മുടി നരച്ചാൽ അവരുടെ ജീവിതത്തിൽ വലിയ പ്രയാസമാണ്. രാവിലെ കണ്ണാടിയുടെ മുന്നിലിരുന്ന് പെയിന്റ് അടിച്ച് 90 കഴിഞ്ഞ കിളവനും ഒരു മുടി പോലും വെളുത്തതില്ല. രാവിലെ പെയിന്റും പൂശി ഇറങ്ങിയത്. ഇന്നും ഞാനൊരു ചെറുപ്പക്കാരനാണെന്ന് നാലാളെ തെളിയിക്കാനും എന്റെ മരണം അത്ര പെട്ടെന്നൊന്നും നടക്കൂലെന്ന് നാലാൾക്ക് ബോധ്യപ്പെടുത്താനുമാണ്. അതാ ഖുർആൻ പറയുന്നു, ഇന്നൽ മൗത്ത്, തീർച്ചയായും മരണം. ഏത് മരണം? അല്ലതീ തഫിറൂന മിൻഹു, ആ മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടിയൊളിക്കുന്നത്. ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും കേട്ടോ. നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. വിശുദ്ധ ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വമാ തദ്രീ നഫ്സുൻ
മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന് നിനക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഒരു നഫ്സിന്റെ മരണം അന്ത്യം എവിടെയാണെന്നും പറയാൻ കഴിയില്ല. ഏതോ ഒരാതുരാലയത്തിലെ ഇന്റർസീവ് കെയർ യൂണിറ്റിലെ കട്ടിൽ കല്ലുരാവിയിലെ ഏതോ ഒരു മനുഷ്യനെ കാത്ത് കിടക്കുന്നുണ്ട്. അല്ലാഹു തീരുമാനിച്ച അവധി അങ്ങെത്തിയാൽ അവൻ ആ ആശുപത്രിയുടെ ICUവിൽ എത്തുക തന്നെ ചെയ്യും. ആ കട്ടിലിൽ ഇന്ന സമയത്ത് അവന്റെ ആത്മാവ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരിക തന്നെ ചെയ്യും. തർക്കമില്ല, ഇത് സത്യമാണ്. ഏതോ ഒരു വണ്ടിയുടെ ചക്രത്തിനടിയിൽ ഏതോ ഒരു കൂട്ടുകാരൻ ചതഞ്ഞരഞ്ഞിട്ടുണ്ടാവണം. ഇപ്പോ ഏതോ ആശുപത്രിയുടെ മോർച്ചറിയുടെ വരാന്തയിലെ ഇരുമ്പിന്റെ കസേരയുടെ മുകളിൽ ഇരുന്നിട്ട് ഒരു ബാപ്പ കണ്ണിലെ വെള്ളം തുടക്കുന്നുണ്ടാവണം. നിന്റെ മോന്റെ മയ്യത്ത് എപ്പോഴേ കൊത്തിപ്പൊളിച്ചിട്ട് കിട്ടുക, അവനെ കബറടക്കുന്നത് എപ്പോഴേ എന്നാലോചിച്ച് വിതുമ്പുന്ന ഒരു ബാപ്പ ഒരാശുപത്രിയുടെ മോർച്ചറിയുടെ വരാന്തയിൽ ഇരുമ്പ് കസേരയിലിരുന്ന് വിരല് കടിക്കുന്നുണ്ടാവാം. ഏതോ ഒരു മണവാട്ടി ഇന്ന് തന്നോട് ചേർന്ന് കിടക്കേണ്ട മണവാളന്റെ ചേതനയറ്റ ബോഡി കണ്ടിട്ട് ബോധമില്ലാതെ മലർന്ന് വീണു പോയിട്ടുണ്ടാവാം. യാ മൗതു മാലക ലാ തുബഖി മാജിദാ യാ ഹാദിമൻ ലല്ലാതി വസ്സറായി. യാ മൗത്ത് മരണമേ, മാലക നിനക്കെന്തു പറ്റി, ലാ തുബഖി മാജിദാ നീയൊരു അന്തസ്സുള്ളവനെയും ബാക്കി വെച്ചില്ല, നീയൊരു മുതലാളിയെയും ബാക്കി വെച്ചില്ല, ചെറുപ്പക്കാരനാണെന്ന് നീ മൈൻഡ് ചെയ്തില്ല, വീട്ടുമുറ്റത്ത് പൂമ്പാറ്റയെ പോലെ പാറി നടക്കുന്ന കുഞ്ഞുമോന്റെ റൂഹും പിടിച്ചു പോകുമ്പോ ഇവനൊരു പൈതലാണല്ലോ എന്നും നീ പരിഗണിച്ചില്ല. ആ നിലക്ക് വിള്ളലുകൾ സൃഷ്ടിക്കുന്ന മരണമേ നിനക്കെന്തു പറ്റി എന്ന് കവി ഉത്കണ്ഠപ്പെടും പോലെ അല്ലാഹുവിന്റെ ഖുർആനും പറയുന്നു, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഏത് ഭൂമിയിലായിരിക്കും മരണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. അവന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ഇനി ഞാൻ പറയട്ടെ, എന്താണ് മരണം? എന്താണ് മരണം? നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇന്ന സഹോദരൻ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപകട മരണം പലപ്പോഴും ശുഹദാഇന്റെ പദവി കിട്ടുന്ന മരണമാണ്. അള്ളാഹു തആല ശുഹദാക്കളുടെ പദവി ആ സഹോദരന് കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത്രമാത്രമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? ഇന്നയാള് മരിച്ചു എന്നൊക്കെ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു തആല തന്ന ഒരത്ഭുതമുണ്ട്. ആ അത്ഭുതത്തിന് നമ്മൾ പറയുന്ന പേര് അർറൂഹ്, ആത്മാവ് എന്നാകുന്നു. ആ ആത്മാവ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന പ്രക്രിയക്കാണ് മരണം എന്ന് നമ്മൾ പറയുന്നത്. ഇന്നയാളും മരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാളുടെ ശരീരത്തിൽ അല്ലാഹു തആല കൊടുത്ത വളരെ വലിയ അനുഗ്രഹമായ റൂഹ് എന്ന് പറയുന്ന, ആത്മാവെന്ന് പറയുന്ന സാധനത്തെ അല്ലാഹു തആല സമയമായപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നു. ഇതാണ് അയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. ഇനി വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് എത്ര തവണ ആത്മാവ് വേർപെടും? ലോകത്തൊരു ശാസ്ത്രത്തിനും ഇന്നേ വരെ കണ്ടെത്താൻ സാധിക്കാത്ത അത്ഭുതമാണ് റൂഹ് എന്ന് പറയുന്നത്. ആ റൂഹ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് എത്ര തവണ വേർപെടും? ഈ ചോദ്യം കേട്ടിട്ട് പലർക്കും തോന്നുന്നുണ്ടാവാം, എന്തൊരു ചോദ്യമാണിത്? ഒരിക്കലല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമോ? ഇല്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഞാൻ പറയട്ടെ, ഒരിക്കലൊന്നുമല്ല മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നത്. പിന്നെയോ
ഒന്നിലധികം തവണ അല്ല, ഒരുപാട് തവണ അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടുന്നുണ്ട്. ആരാ ഇത് പറഞ്ഞത്? ഇന്ന് രാത്രി പോയിട്ട് നിങ്ങൾ ഓതണം വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമർ ഓതുമ്പോ അതിൽ കാണാം, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖദാ അലൈഹൽ മൗത് വയുഖ്രിജുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. സൂറത്തു സുമറിലെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തു സുമറിലെ 32-ാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു യതവഫൽ അൻഫുസ, അല്ലാഹു തആല ആത്മാവിനെ പിടിച്ചെടുക്കും, ആത്മാവിനെ ഏറ്റെടുക്കും. ഹീന മൗതിഹാ, ഒന്ന് മരണസമയത്ത് ആത്മാവിനെ പിടിക്കും. അത് നമ്മൾക്കൊക്കെ അറിയാം. ഒരു മനുഷ്യന്റെ മരണസമയത്ത് അവന്റെ ആത്മാവിനെ അല്ലാഹു ഏറ്റെടുക്കും. ഇത് ശരിയാണ്. പിന്നെ ഖുർആൻ പറയുന്നു, വല്ലത്തി, വേറൊരാത്മാവിനെയും അല്ലാഹു ഏറ്റെടുക്കുന്നുണ്ട്. ഏതാണ് ആത്മാവ്? ലം തമുത്, അത് മരിച്ചിട്ടില്ല. ആ ആത്മാവിന് മരണം സംഭവിച്ചിട്ടില്ല. പിന്നെ എപ്പോഴാണ് ആ ആത്മാവിനെ അല്ലാഹു ഏറ്റെടുത്തത്? ഫീ മനാമിഹാ, അതിന്റെ ഉറക്കിൽ. കേട്ടോളൂ, ഒന്നുണര് പെണ്ണേ, ഒന്നുണര് ചെറുപ്പക്കാരാ. ഇന്ന് വഅദും കഴിഞ്ഞു പോയി. നീ ഭാര്യയോട് ഭക്ഷണവും വാങ്ങി കഴിച്ച് പല്ല് തേച്ച് നീ ഒരിടത്ത് പോയങ്ങ് കിടന്നാൽ പതുക്കെ നിന്റെ കണ്ണങ്ങ് ചിമ്മുമ്പോൾ പ്രത്യേകമായ നിലക്ക് നിന്റെ ആത്മാവിനെ അല്ലാഹു ഏറ്റെടുക്കുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ഏറ്റെടുക്കുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഫയുംസികുല്ലതി ഖലാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. ഫയുംസികു, അവനവിടെ പിടിച്ചു വെക്കും. അല്ലതി ഖലാ അലൈഹൽ മൗത്, മരണം വിധിച്ച ചില ആത്മാക്കളെ അല്ലാഹു ഉറക്കിലങ്ങ് പിടിച്ചാൽ പിന്നെ തിരിച്ചു കൊടുക്കൂല. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, ഇന്ന ഫാത്തിമ മരിച്ചത് ഉറക്കിലാണ്. ഭർത്താവ് രാവിലെ ആളുകൾ വീട്ടിൽ വരുമ്പോ പറയും, ഇന്നലെ രാത്രി ഫാത്തിമക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങിയതാണ്. രാവിലെ സാധാരണ സ്വബഹിക്ക് ഹാജിയാരെ വിളിക്കാറുള്ളത് ഭാര്യയാണ്. അന്ന് വിളിക്കുന്നത് കണ്ടില്ല. സുബഹി കളാവാൻ നേരത്ത് ഞെട്ടിയണീറ്റ് നോക്കുമ്പോ ഭാര്യ ഒരിടത്ത് നല്ല ഉറക്കിലാണ്. അയാള് ചാടി എണീറ്റിട്ട് ഭാര്യയെ വിളിച്ചു. ഭാര്യ മിണ്ടുന്നില്ല. പുതപ്പിന്റെ മേലെ 3-4 തട്ട് തട്ടിയപ്പോഴും അവൾ അനങ്ങുന്നില്ല. അവസാനം പുതപ്പൊന്നു മാറ്റി. ഇന്നലെ തന്റെ ശരീരത്തിന്റെ ചൂട് പറ്റിക്കിടന്ന ഫാത്തിമയെ, എന്താടി നിന്റെ ഉറക്ക് തെളിയാത്തത്? സുബഹി ഇപ്പൊ കള ആകുമല്ലോ എന്നങ്ങ് പറഞ്ഞ് തട്ടിയപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അയാൾക്ക് ബോധ്യമായി തന്റെ ഭാര്യ